ഹലോ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ജെല്ലി കേക്കാണ് കേട്ടോ. വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഇത് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കഴുകി വച്ചിട്ടുണ്ട്. പുളിയില്ലാത്ത ഫ്രൂട്ട്സുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിള്, മാമ്പഴം, മാതളം നാരങ്ങ, ചെറുപഴം എന്നിവയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ജെല്ലി കേക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്കസും കുതിർത്താനിടാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് നമ്മുടെ ഈ പൊടി, ഈ ജെല്ലി ആയിട്ടുള്ള ഈ പൊടി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഈ പൊടി. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് നന്നായി വെള്ളത്തിൽ കിടന്ന് അത് നന്നായിട്ട് പതയൊക്കെ പറ്റി ആവണ വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇതിലെ പതയൊക്കെ കാണാം. ഈ പതയൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പതയൊക്കെ പൂർണ്ണമായിട്ടും പറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ പതയൊക്കെ ഏകദേശം പറ്റി മുഴുവനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുപ്പിക്കാൻ വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും സേമിയയും കസ്കസും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള ഈ ജെല്ലി ലിക്വിഡ് നമുക്ക് ഈ ഫ്രൂട്ട്സിലേക്ക്, ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ്. നമുക്ക് ഈ ബൗള് നിറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഞാനിപ്പോ രാത്രിയാണ്
ഇത് സെറ്റ് ചെയ്ത് വെക്കണത്. അപ്പൊ ഞാൻ പിറ്റത്തെ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കിയേക്കണത്. ഈ നല്ല ചൂടത്ത് ഇതുപോലെ നല്ല തണുപ്പുള്ളതൊക്കെ കഴിച്ചാൽ ഫ്രൂട്ട്സും കൂടി ഇട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുണ്ട്, നല്ല തണുപ്പുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പൊ നമ്മള് പിറ്റത്തെ ദിവസം ഉച്ചയായപ്പോഴാണ് ട്ടോ എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡെസേർട്ട് ഒക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ? നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ